11 വർഷമായി ഫ്രീസറിൽ സമാധി. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിക്കിടെ ചർച്ചയായി അശുതോഷ് മഹാരാജ് എന്ന ആത്മീയ നേതാവിന്റെ സമാധി. നെയ്യാറ്റിൻകരയിലെ സമാധി വിഷയത്തോടെ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് അശുതോഷ് മഹാരാജ് എന്ന ആത്മീയ നേതാവ്. മരിച്ച് 11 വർഷമായിട്ടും അശുതോഷിന്റെ മൃതദേഹം സംസ്കരിച്ചിട്ടില്ല. കർശന സുരക്ഷയിൽ പഞ്ചാബിലെ ആശ്രമത്തിലെ ഒരു മുറിയിലെ ഫ്രീസറിൽ അശുതോഷിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. തങ്ങളുടെ നേതാവ് ധ്യാനത്തിലാണെന്നും ഒരിക്കൽ എഴുന്നേൽക്കും എന്നുള്ള വിശ്വാസത്തിലാണ് അനുയായികൾ. ദിവ്യജ്യോതി ജാഗൃതി സൻസ്ഥാൻ സ്ഥാപകനായിരുന്ന അശുതോഷ് മഹാരാജാവ് 2014 ജനുവരി 29 മരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ടുകൾ. നെഞ്ചുവേദനയെ തുടർന്നാണ് അശുതോഷിനെ ആശുപത്രിയിൽ എത്തിച്ചത്. പരിശോധനയിൽ ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചു. എന്നിട്ടും അദ്ദേഹത്തിന്റെ അനുയായികൾ വിശ്വസിക്കുന്നത് തങ്ങളുടെ ഗുരു ഗാഢമായ ധ്യാനത്തിലാണെന്നും ഏത് നിമിഷവും എഴുന്നേൽക്കുമെന്നുമാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന മുറിക്ക് അവർ കാവൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം അടക്കം ചെയ്യണമെന്ന് മകൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അനുയായികൾ അതിന് സമ്മതിക്കുന്നില്ല. ഒടുവിൽ കോടതിയും അനുയായികളുടെ ആവശ്യം അംഗീകരിച്ചു. ഇതോടെ 11 വർഷമായി മൃതദേഹം ഫ്രീസറിൽ തന്നെയായി. ഇപ്പോഴും അശുതോഷ് മഹാരാജന്റെ മകനെന്ന് അവകാശപ്പെടുന്ന ദിലീപ് കുമാറും അശുതോഷിന്റെ ശിഷ്യനും തമ്മിൽ നിയമപോരാട്ടം തുടരുകയാണ്. അശുതോഷ് തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ഇപ്പോഴുമുണ്ട്. എന്നാൽ മൃതദേഹം സൂക്ഷിക്കാനുള്ള അനുയായികളുടെ തീരുമാനത്തിന് പിന്നിൽ മറ്റുദ്ദേശങ്ങളുണ്ടെന്നും പറയുന്നവരുണ്ട്. ആശ്രമത്തിന്റെ സ്വത്തുക്കളുടെയും അശുതോഷിന്റെ പിന്തുടർച്ചക്കാരൻ ആരാകും എന്നതിന്റെ പേരിൽ ഉടലെടുത്ത തർക്കങ്ങളാണ് ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത് എന്നാണ് ആശ്രമത്തിനുള്ളിലെ ചിലർ പിന്നീട് പ്രതികരിച്ചത്. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല.